ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു. ഡിബേറ്റ് നടത്താൻ വേണ്ടി വെല്ലുവിളിക്കുക. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളത് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നത് ലോകം അവസാനിക്കുന്നവരല്ലല്ലോ. ട്രോളെന്ന് കണ്ടാൽ തന്നെ പിന്നെ ഈ ട്രോൾ ചെയ്യുന്നവർ ഞാൻ കാണുമെന്ന് വിചാരിച്ച് ട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കാണുന്ന പ്രശ്നമേ. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരു ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിയാണ്, വൻ മുതലാളിയാണ്. വല്ല മുതലാളിമാരുടെ അസോസിയേഷനിലെ മത്സരങ്ങളിലൊക്കെ പോയാൽ അദ്ദേഹത്തിന് നല്ല പരിഗണന പിന്നെ കിട്ടും. ഒരാളും ചുവന്ന കൊടിക്ക് മുകളിലല്ല എന്നുള്ള കാര്യം സുധാരേട്ടൻ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് സുധാരേട്ടൻ ഒന്നുകൂടെ ഓർമ്മിക്കുന്നതായിരിക്കും നല്ലത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകല മാത്രമാണ്. ഈ പശ്ചാത്തലത്തിൽ അമൃത TV കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തങ്ങളുടെ വികസന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ്. പ്രേക്ഷകർക്കും ആ പോയിന്റുകൾ നോട്ട് ചെയ്യാം. നോട്ട് ദ പോയിന്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർക്കശ്യക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇമേജിൽ നിന്നും ജനകീയനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം നോട്ട് ദ പോയിന്റിൽ അതിഥിയായെത്തുന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ശ്രീ വി ശിവൻകുട്ടി. സ്വാഗതം സർ. നമസ്കാരം. നമസ്കാരം. 5 വർഷം മുമ്പ് CPM നേതൃത്വം താങ്കളെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി തീരുമാനിക്കുമ്പോൾ നെറ്റിചൊളിച്ച ആൾക്കാരുണ്ട്, വിമർശിച്ചവരുണ്ട്, ട്രോളിയവരുണ്ട്. പക്ഷെ 5 വർഷത്തിനിപ്പുറം ആ വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ ജനകീയ പ്രതിച്ഛായയുള്ള മന്ത്രിയായി, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മന്ത്രി അപ്പൂപ്പനായി, അങ്ങനെ ഒരു വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു സമയം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എൻ്റെ അനുഭവത്തിൻ്റെയും പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു വകുപ്പിനെ നയിച്ചുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് ആദ്യമേ ഉണ്ട്. 15-20 വർഷക്കാലം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഭരണാധികാരിയായി മാറി. ഒരു ചെറിയ ഒരു ഉള്ളൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി മാറി. അപ്പോൾ എനിക്കൊരു കുറേ എക്സ്പീരിയൻസും കുറേ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 5 വർഷക്കാലം ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ മേയറായി. ഭൂരിപക്ഷം ഇല്ലാത്ത കോർപ്പറേഷനാണ്. അതെ. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു. അന്നാണ് മുട്ടയും പാലും കുട്ടികൾക്ക് വിതരണം ചെയ്ത പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. അന്നൊന്നും ഇല്ലാത്ത ഒരു പരിചയക്കേടും അനുഭവക്കേടും ഈ മന്ത്രിയായപ്പോൾ എങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അസൂയയുടെയും കുശുമ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും രാഷ്ട്രീയ പകപോക്കലിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. അതത്ര മാത്രം ഗൗനിച്ചിട്ടുമില്ല. വിദ്യാഭ്യാസ വകുപ്പ് കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയുണ്ടായി കഴിഞ്ഞ 5 വർഷത്തിൽ. ഈ 5 വർഷത്തെ പ്രവർത്തനം പൊതുവെ വിലയിരുത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? 5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും കുട്ടികളുടെ സമരം ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സമരമാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. കാരണം സമരം ചെയ്യേണ്ട ഒരു പ്രശ്നം അവരുടെ മുന്നിലില്ല. ഏറ്റവും പ്രധാനമായി സമരം ചെയ്തുകൊണ്ടിരുന്നത് പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിൽ. പരീക്ഷയ്ക്ക് സ്കൂൾ തുറക്കുന്നതിന് 2 മാസം മുമ്പേ പാഠപുസ്തകം കൊടുക്കുകയാണ്. അടുത്ത സമരം ചെയ്യുന്നത് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. അതും പരീക്ഷ എഴുതുമ്പോൾ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റും പറയുകയാണ്. പാഠപുസ്തകം പുതിയ പാഠപുസ്തകമാണല്ലോ. 47 ലക്ഷം വിദ്യാർത്ഥികളുണ്ട് കേരളത്തിൽ. 10 വർഷക്കാലമായി പാഠപുസ്തകം പഴഞ്ചൻ പാഠപുസ്തകമാണ്. 10 വർഷത്തെ പഴക്കമുള്ള പാഠപുസ്തകമാണ്. ആരും അത് പുതിയ പാഠപുസ്തകമാക്കി ഇറക്കാൻ വേണ്ടി ധൈര്യപ്പെടുന്നില്ല. കാര്യം അത് നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടാൽ അപ്പോൾ പൊള്ളും, കൈ പൊള്ളും. എന്തെങ്കിലും ഒരു കോമയുടെയോ ഒരു കുത്തിൻ്റെയോ അക്ഷരത്തെറ്റിൻ്റെയോ പ്രശ്നം ഉണ്ടായി പിന്നെ അത് ചർച്ചയാണ്. പക്ഷെ നമ്മൾ ഒരു പുതിയ രീതിയാണ് അവലംബിച്ചത്. കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചു, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പാഠപുസ്തകം? കേരളത്തിലാകെ രക്ഷകർത്താക്കളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ തന്നെ പണ്ഡിതന്മാരോട് ചോദിച്ചു, വിദ്യാഭ്യാസ രംഗത്തെ പണ്ഡിതന്മാർ. ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തി. ഇതിൽ നിന്നെല്ലാം ഉയർന്നു വന്ന വിഷയങ്ങളും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പാഠപുസ്തക നിർമ്മിതിയിലേക്ക് പോകുന്നത്. 5000 കോടി രൂപയുടെ കിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കെട്ടിത്തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. ഇന്നിപ്പോൾ 1 കോടി മുതൽ
25 കോടി വരെ ചിലവഴിച്ചുള്ള ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ എൻ്റെ നിയമമണ്ഡലത്തിൽ തന്നെ ഈ കോവളത്തിൻ്റെ സമീപ പ്രദേശത്ത് ഒരു സ്കൂളിന് ഞാനിപ്പോൾ 12 കോടി രൂപയാണ് കൊടുത്തത്. 45,000 ക്ലാസ് റൂംസ് സ്മാർട്ട് ക്ലാസ് റൂംസാണ്. അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതാണ്ട് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തു. ഇപ്പം റോബോട്ടിക് കിറ്റ്സ് 2000 വിദ്യാലയങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്തു. അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സബ്ജക്റ്റ് മിനിമം കൊണ്ടുവന്നു. കുട്ടികൾ പഠിക്കുക മാത്രമല്ല കളിക്കുകയും വേണമെന്നുള്ള അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ കളിയും പഠനവും കൂടി ചേരുമ്പോൾ മാത്രമേ വിദ്യാർത്ഥിയായി മാറുള്ളൂ. അതല്ലെങ്കിൽ അവൻ്റെ മനസ്സ് മുരടിക്കും. സൈക്കോളജിക്കലായിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹോളിഡേ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. ഒരു കുട്ടി ഒരു മണിക്കൂർ ഓടിച്ചാടി കളിച്ച് അവൻ വേർത്ത് കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മാനസികാവസ്ഥ വരികയാണ്. അതെല്ലാം എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കാര്യം, കളർ ഡ്രസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ കളർ ഡ്രസ്സ് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്കെല്ലാം ഒരുപാട് കളർ ഡ്രസ്സ് ഉണ്ടാവും. ഇടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോളിഡേ തന്നെ വേണമെന്ന് പറയുന്നതിന് വേണ്ടി തയ്യാറായി. ഇപ്പോൾ ടൂറിന് പോകുന്നത് സ്കൂളിൽ നിന്നോ ക്ലാസ്സിൽ നിന്നോ ടൂറിന് കൊണ്ടുപോകും. തീരെ സാമ്പത്തികം ഇല്ലാത്ത ഒരു കുട്ടികളെ മാറ്റി നിർത്തും. അവരെന്നിട്ട് ആ ബസ് പോകുന്ന അവസരത്തിൽ നിന്ന് ഇങ്ങനെ ബസ്സിനെ നോക്കിയിട്ട് അവന് കണ്ണീര് വരികയാണ്, അവന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു ഉത്തരവ് കൊടുത്തു, കൊണ്ടുപോകണമെങ്കിൽ മുഴുവൻ കുട്ടികളും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ടൂർ പോകണ്ട. സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ മറ്റു കുട്ടികളുടെ സന്മനസ്സുകൊണ്ട് അധ്യാപകരുടെ സന്മനസ്സുകൊണ്ട് സഹായിക്കണം എന്നുള്ള നിലയിലായി. മറ്റൊന്ന് പരീക്ഷ കൃത്യസമയം നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷ എഴുതുമ്പോൾ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് നിശ്ചയിക്കുകയാണല്ലോ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്. അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ റിസൾട്ടിന് ശേഷം ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ നിയമസഭയിൽ പോലും പ്രതിപക്ഷം ഒരു വാക്ക് വിദ്യാഭ്യാസ വകുപ്പിനെതിരായി പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അടിയന്തര പ്രമേയമാണല്ലോ റൂൾ 50 പ്രകാരം പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയുള്ള കാര്യം. 5 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രസംഗിക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയമായി പ്രത്യാക്രമണങ്ങളൊക്കെ നടത്തുമ്പോഴും പ്രതിപക്ഷ നേതാവ് തന്നെ കലോത്സവ സമാപന വേദിയിൽ കലോത്സവ ചട്ടം ഭേദഗതി ചെയ്ത് അസുഖബാധിതയായ ദിയ ഫാത്തിമയ്ക്ക് മത്സരിക്കാൻ അനുമതി നൽകിയതിനെ എമ്പതിയുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ ജനങ്ങളുടെ അംഗീകാരം നേടാൻ കഴിയൂ എന്ന തരത്തിലൊരു വളരെ പോസിറ്റീവായ ഒരു പരാമർശം നല്ല നടത്തി. അഭിപ്രായമായിരുന്നു. എനിക്ക് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആ അഭിപ്രായം കേട്ടപ്പോൾ ഒരു ആവേശം തോന്നി, ആത്മവിശ്വാസം തോന്നി. ഈ ഇടക്കാലത്ത് വെച്ച് പ്രതിപക്ഷ നേതാവുമായിട്ട് ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രകടിപ്പിച്ചത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മളുടെ ഭരണം എന്നുള്ള നിലയിലും വകുപ്പ് എന്നുള്ള നിലയിലും എല്ലാ പിന്തുണയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാവുന്ന ഒരു വിവാദം ഉണ്ടായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? PMC കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. അതുപോലെ തന്നെ ലേബർ കോഡും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. PM ശ്രീ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല കേരളം. കേരളത്തിൽ ഇപ്പോൾ 2 കോടി രൂപയൊന്നും ഒരു പ്രശ്നമേ അല്ല. 2 കോടി രൂപയ്ക്ക് അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. 2 കോടി രൂപയ്ക്ക് 2 വർഷം മറ്റൊക്കെയാണ് കാലാവധി എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട് ഒപ്പുവെച്ചു എന്ന് ചോദിച്ചാൽ അതൊരു സ്വാർത്ഥ താല്പര്യം കൂടെയാണ്. ആ സ്വാർത്ഥ താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് 2000 കോടി രൂപ SSK ഫണ്ടിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ SSK നിന്ന് കിട്ടണമെങ്കിൽ ഇത് ഒപ്പുവെക്കണം. ആ ഫണ്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇത് ഒപ്പുവെക്കാൻ വേണ്ടി പോയത്. ഒപ്പുവെച്ച് കഴിഞ്ഞ് വന്നപ്പോൾ മുന്നണിക്കകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ടായി. CPIക്ക് അതിന് എതിർപ്പായിട്ടുള്ള അഭിപ്രായം വന്നു. മുഖ്യമന്ത്രി ഇടപെട്ടു. ക്യാബിനറ്റിൽ തന്നെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ച് ഞാൻ ചെയർമാനായി. അത് പിന്നെ കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും PM ശ്രീ വേണ്ട എന്നുള്ള നിലപാടെടുത്തു. 2000 കോടി രൂപ അവർ തരുന്നുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു
കാര്യമെന്ന് പറയുന്നത്. പൊതുവെ RSSനും BJPക്കും എതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഈ PM ശ്രീ പദ്ധതി വന്നപ്പോൾ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് വഴിപ്പെട്ടു എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. പ്രതിപക്ഷം അത് ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു. തെറ്റിദ്ധാരണയാണ്, ഞാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധാരണയാണ്. ഞാൻ പിന്നെ എൻ്റെ കഴിഞ്ഞ 45 വർഷത്തെ പൊളിറ്റിക്കൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആരും പറയില്ല. ആർക്കെതിരായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്നും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു നമുക്ക് കിട്ടേണ്ട കാശ് 2000 കോടി എന്ന്. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിന് കിട്ടേണ്ട കാശ് സാങ്കേതിക കാര്യം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് തരാതിരിക്കുന്നു? അപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പ് ഒപ്പിച്ച് നമ്മൾ ആ 2000 കോടി രൂപ വാങ്ങാമെന്ന് വിചാരിച്ച്, അത് പക്ഷേ നമ്മളെക്കാൾ വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവരത് നൽകിയില്ല. എന്തായാലും അത് അങ്ങ് അവസാനിപ്പിച്ചു. PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല. കുട്ടികളുമായി വല്ലാത്ത ആത്മബന്ധമുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളത്ത് ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഒരു 7ാം ക്ലാസ്സുകാരൻ, ആ കുട്ടിയുടെ ക്ലാസ് 4ാമത്തെ നിലയിലാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ ഭാരം സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി മന്ത്രിയെ വിശ്വസിച്ച് ഒരു കുറിപ്പ് ഏൽപ്പിക്കുകയാണ്. എൻ്റെ 4ാമത്തെ നിലയിലേക്ക് എനിക്ക് പുസ്തകവുമായി പോകണമെങ്കിൽ ഒരു ലിഫ്റ്റ് വേണം. അപ്പോൾ അക്കാര്യത്തിൽ ഉൾപ്പെടെ വളരെ ഗൗരവമായ നടപടികളിലേക്ക് മന്ത്രി കടക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു വിശ്വാസം വരികയാണ്. മന്ത്രി അപ്പൂപ്പനെ സമീപിക്കുകയാണെങ്കിൽ അക്കാര്യത്തിലേക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന തരത്തിൽ. എങ്ങനെയാണ് നേരത്തെ ഞാൻ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലങ്ങളിൽ വളരെ കാർക്കശ്യക്കാരനായ രാഷ്ട്രീയ നേതാവെന്നാണ് താങ്കളെപ്പറ്റി പൊതുവെ ഉണ്ടായിരുന്ന പ്രതിച്ഛായ. അവിടെ നിന്നാണ് ഈ രീതിയിൽ കുട്ടികളുമായി വല്ലാതെ ഒരു അടുപ്പം സ്ഥാപിക്കുന്ന ഒരു മന്ത്രിയിലേക്ക് എത്തുന്നത്? അതൊരു അഭിനയമല്ല, സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കാണുന്ന കാര്യമാണല്ലോ പുറമെ മുഖത്തൂടെ കാണുന്നത്. കുട്ടികളോട് വർത്തമാനം പറയുകയും കുട്ടികളോട് കളിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഈ 4ാം ക്ലാസ്സുകാരൻ ഒരു കത്ത് കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഞാൻ വായിച്ചു. അതവിടെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി കെട്ടുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ലിഫ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലും ലിഫ്റ്റ് ഉണ്ടായി. അത് എനിക്കറിയാം. പിന്നെ ഈ ഭാരവും കൊണ്ട് അവന് കയറാൻ വേണ്ടി പറ്റില്ല. അതിനടിസ്ഥാനത്തിൽ വേറൊരു കാര്യം കൂടെ ചെയ്ത്, ഈ പുസ്തകത്തിൻ്റെ ഭാരം മെല്ലെ 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 ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. കാര്യം 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും 2ാം ക്ലാസ് വരണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കിയാൽ തന്നെ കുറേ നമുക്ക് പകുതി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി പിന്നെ കഴിയും. നമ്മുടെ പരീക്ഷാ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് പഴഞ്ചൻ രീതിയിലുള്ള പരീക്ഷ സമ്പ്രദായമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിലവാരം ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓൾ പ്രൊമോഷൻ ഉണ്ടെങ്കിലും സബ്ജക്റ്റ് മിനിമം വേണമെന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിച്ചത്. കാരണം SSLCയും ഹയർ സെക്കൻഡറിയും പാസ്സായി ഡൽഹിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇത് കേരളയിൽ നിന്നാണോ വരുന്നത്, അവരെ മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ആ സ്ഥിതി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 2ാം സ്ഥാനത്താണ്. പഞ്ചാബ് 1ാം സ്ഥാനമാണ് അക്കാഡമിക് കാര്യത്തിൽ. അപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഒരു പരിഗണന കിട്ടുന്നുണ്ട്. സ്കൂൾ കുട്ടികളിലെ സമൂഹ മാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വിദേശ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ ആ തീരുമാനമെടുത്തു കഴിഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായി താങ്കൾ തന്നെ ഒരു സൂചന നൽകിയിരുന്നു. അത് ഏത് ഘട്ടത്തിലാണ്? അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കഥകളാണ് നമുക്ക് ലഭിക്കുന്നത്. കൊച്ചു കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രൂപത്തിലാണ്. അപ്പോൾ ഒന്ന്, ഈ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദേശീയ നിയമം വളരെ അത്യാവശ്യമാണ്. ആരെ എന്തും വിളിച്ച് പറയാൻ കഴിയുന്ന ഒരു ഇതായ മീഡിയയായി മാറിക്കൊണ്ടിരിക്കുക ചിലപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനാരും ചോദിക്കാനില്ല. ആരെ തന്തയ്ക്ക് വിളിച്ചാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക മര്യാദക്കാരെന്നുള്ള ഒരു മട്ടിലാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഞാൻ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരു ഭാഗികമായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടാണ്. അതിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസിക പ്രശ്നം, ശാരീരിക പ്രശ്നം, അതെല്ലാം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനനുസരിച്ച് ഡോക്ടർ വാസുകി IAS പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. അവർ ചെയർമാനായിക്കൊണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള വിദഗ്ധന്മാരെല്ലാം വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2 മാസത്തിനും അതിൻ്റെ റിപ്പോർട്ട് വരും. ഈ സമൂഹ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രി, ഒരു നേതാവാണ് താങ്കൾ. വിവിധ ട്രോളുകൾ വരുന്നു. ഈ ട്രോൾ ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ആ രീതിയിൽ ആക്രമിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരെല്ലാറ്റിനും ഒരു കുറവുമില്ലാത്തവരാണ്, കുറ്റമില്ലാത്തവരാണ്.
അവരത് നടത്തിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഒരു ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ മാനസികപരമായി ചില പിന്നെ കാര്യങ്ങൾ കാര്യങ്ങൾ അവർ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. തെറ്റായ കാര്യങ്ങളായിരിക്കും അത്. അത് പക്ഷേ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. ഇത് അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആരും മറുപടി കൊടുക്കാനും പോകുന്നില്ല. ആരാണ് ട്രോൾ ചെയ്തതെന്ന് നോക്കാനും പോകുന്നില്ല. ട്രോളെന്ന് കണ്ടാൽ തന്നെ പിന്നെ ഈ ട്രോൾ ചെയ്യുന്നവർ ഞാൻ കാണുമെന്ന് വിചാരിച്ച് ട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കാണുന്ന പ്രശ്നമേ അല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ കുട്ടികളോട് അവരുടെ അതേ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് സംവദിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മറുവശത്ത് സ്വന്തം പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഒരു ആക്രമണം പ്രതിപക്ഷത്ത് നിന്നോ മറ്റോ ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായി പോരാടുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു. പഴയ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ഈ പ്രായത്തിലും തൻ്റെ ആ യുവത്വമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീ മുഹമ്മദ് റിയാസിനെതിരെ ഇപ്പോൾ സമീപകാലത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പരാമർശത്തിനെതിരെ താങ്കളാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. നേരത്തെ A റഹീമിനെതിരെ ചില ട്രോളുകളും വിമർശനങ്ങളും വന്നപ്പോൾ അതിലും വളരെ ശക്തമായ രീതിയിൽ നിലപാടെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പ്രശസ്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാറില്ല. വ്യക്തിപരമായ പ്രശസ്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു കാര്യം പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഇമേജ് കുറഞ്ഞു പോകുന്നു എനിക്കൊരു പ്രശ്നമേ ഇല്ല. പാർട്ടിയാണ് എല്ലാം. നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടിയാണ്. എന്നാൽ പാർട്ടിയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജനങ്ങളാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. അത് പാർട്ടിക്ക് അതീതമാണ് ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് സംബന്ധിച്ചിടത്തോളം. നിയമസഭയിൽ തന്നെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഭവവികാസം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചു. അതെൻ്റെ LDFിൻ്റെ നിലപാടാണ്, എൻ്റെ നിലപാടല്ല. അതിൽ എനിക്ക് ഇത്രമാത്രം അതിൻ്റെ പേരിൽ വ്യക്തിപരമായി ഉള്ള ഇമേജ് വർദ്ധിക്കുമെന്ന് ഞാൻ നോക്കിയിട്ടേ ഇല്ല. പാർട്ടിയുടെ ഇമേജ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല പറഞ്ഞത്. മുഹമ്മദ് റിയാസിനെ ആക്ഷേപിക്കുകയാണ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിയെ ചെയ്യാൻ വേണ്ടി പാടില്ല. നമുക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ആർക്കാ സംഭവിക്കാത്തത്? വർത്തമാനത്തിൽ നമുക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറില്ലേ? ആർക്കാ സംഭവിക്കാത്തത്? എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അത്തരം നമ്മുടെ പാർട്ടി നേതാക്കന്മാരെ ആക്രമിച്ചാലും അവരെ പ്രതിരോധിക്കുക എന്നതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ കാര്യത്തിൽ ഞാൻ അത് നിർവഹിക്കുന്നുണ്ട്. കേരളം ഉറ്റുനോക്കുന്ന ഇനി ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് നേമം. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവാണ് താങ്കൾ. ഇത്തവണ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇടതു മുന്നണിക്ക് താങ്കളെ അല്ലാതെ അല്ലെങ്കിൽ CPMന് താങ്കളെ അല്ലാതെ മറ്റൊരാളെയും അവിടെ കാണാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. LDFിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജയിക്കുന്ന മണ്ഡലമാണ് ഞങ്ങൾ. കാരണം അവിടെ ആ മണ്ഡലം വന്നതിന് ശേഷം ആദ്യമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ്, നിയമമണ്ഡലം വന്നതിന് ശേഷം പുതിയ നിയമമണ്ഡലം, അന്ന് പ്രശസ്തനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള O രാജഗോപാൽ സാറാണ് അന്ന് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം അതെ. മത്സരിച്ചത്. അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തിയോടൊപ്പം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗ്യമാണ്. മത്സരിച്ചു, അതിൽ ഞാൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ രണ്ടാമത് മത്സരിച്ചു, രാജഗോപാൽ സാർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. മൂന്നാമത് മത്സരിച്ചപ്പോൾ നമ്മുടെ ഞാൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ തോറ്റപ്പോൾ രാജഗോപാൽ സാറ് രണ്ടാമത് മത്സരിച്ചത് ഞാൻ തോറ്റ അവസരത്തിൽ എനിക്ക് ആദ്യം ജയിച്ചതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി. 59,000 വോട്ട് എനിക്ക് കിട്ടി. അപ്പം അതുകൊണ്ട് കെ മുരളീധരൻ ആണല്ലോ അന്നൊക്കെ മത്സരിച്ചത്. അപ്പം അതിനേക്കാൾ വലിയ സ്വാധീനമൊന്നും നമ്മൾ രാജീവ് ചന്ദ്രശേഖരനുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നേമത്തെ വിജയസാധ്യത പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നേമം നിയമസഭാ മണ്ഡലത്തിൽ BJPക്കായിരുന്നു മുൻതൂക്കം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 25 വാർഡുകളിൽ 19 BJPക്കായിരുന്നു മുൻതൂക്കം. ടോട്ടൽ വോട്ട് കൂട്ടി നോക്കി 5,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. LDFും BJPയും തമ്മിൽ 5,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മുമ്പ് ഇത് ഞങ്ങൾ ജയിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ 3-4 പ്രാവശ്യം ഇലക്ഷൻ നടന്നിട്ടുണ്ട്. 3 പ്രാവശ്യം LDF ജയിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ BJPയുടെ മണ്ഡലമായി മാറുന്നത്? ഇത് LDFിൻ്റെ മണ്ഡലം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ കാര്യം തന്നെ എടുക്കാം. അതായത് വളരെ ശക്തനായ സ്ഥാനാർത്ഥി 3 മുന്നണികളും അവതരിപ്പിക്കുമ്പോൾ അതാത് മുന്നണികൾക്ക് കൃത്യമായ വോട്ട് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം BJPക്കെതിരാണ്. അപ്പോൾ സ്വാഭാവികമായും LDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി. ശ്രീ V ശിവൻകുട്ടിയും അതുപോലെ
ശ്രീ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് അതുപോലെ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവർ പിന്നെ ഇപ്പം കിട്ടുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർ ആലോചിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. BJPയും കോൺഗ്രസുമായിട്ട് ചില മണ്ഡലങ്ങൾ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം, പിന്നെ ഒരു ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പുറത്ത് കേൾക്കുന്ന ചർച്ചയാണ്. രാജഗോപാൽ സാറുമായിട്ട് മത്സരിച്ച അവസരത്തിൽ, ആദ്യം മത്സരിച്ച അവസരത്തിൽ അന്ന് പിന്നെ UDF ചെറിയ വോട്ടിൽ പിടിച്ചുള്ളൂ. പിന്നെ രണ്ടാമത് വീണ്ടും തോറ്റു. മൂന്നാമത് മത്സരിച്ചപ്പോൾ പിന്നെ മുരളീധരൻ ഈ പറഞ്ഞ പോലെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി 30,000 അധികം വോട്ട് പിടിച്ചു. അപ്പോൾ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് LDFിനോട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു MLA ഇന്ന് എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാവേണ്ട ഒരാളാണ്. അദ്ദേഹം ഒരു ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിയാണ്, വൻ മുതലാളിയാണ്. വല്ല മുതലാളിമാരുടെ അസോസിയേഷനിലെ മത്സരങ്ങളിലൊക്കെ പോയാൽ അദ്ദേഹത്തിന് നല്ല പരിഗണന പിന്നെ കിട്ടും. ഇവിടെ പാവപ്പെട്ട നാട്ടുകാർ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളൊന്നും എന്താണെന്ന് പോലും അറിയില്ലല്ലോ അദ്ദേഹത്തിന്. എന്താണെന്ന് പോലും അറിയില്ല. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയെ കളിയാക്കിയൊന്നും പറയുന്നില്ല. ഒരാൾക്ക് പരാതി പറയാൻ പോലും പിന്നെ കിട്ടുന്ന കാലത്തിലല്ല. ഞങ്ങളെയൊക്കെ ആണെങ്കിൽ എവിടെ വെച്ചാണ് എപ്പോഴാണ് ഔദ്യോഗിക വണ്ടിയിൽ പോയാൽ പോലും കൈ കാണിച്ച് നിർത്താനുള്ള അവകാശമുണ്ട്. BJPക്കാർ തന്നെ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിനെ കാണാൻ തന്നെ എത്രയോ പേരെ കണ്ട ശേഷമാണ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പറ്റുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണോ തെറ്റാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ഡിബേറ്റിന് ക്ഷണിക്കുകയാണ്. നിങ്ങളാരെങ്കിലും ഒരു മധ്യസ്ഥനായിട്ട് എടുത്താൽ ഒരു ഡിബേറ്റിന് ഞാൻ ക്ഷണിക്കുകയാണ്. എവിടെ വേണോ വന്ന് ഒരു ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയാം. അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള ഡിബേറ്റ് നടത്താം. അപ്പോൾ കള്ളത്തരം പറഞ്ഞ് നമ്മൾ ജയിക്കാൻ വേണ്ടി നോക്കല്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി നോക്കണം. അതായിരിക്കും മാന്യത. അതായത് വികസന വിഷയത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരെ അങ്ങ് വെല്ലുവിളിക്കുക. വെല്ലുവിളിക്കുക, ഡിബേറ്റ് നടത്താൻ വേണ്ടി വെല്ലുവിളിക്കുക. ഈ വികസനം മുൻനിർത്തിയുള്ള ഒരു ചർച്ചയ്ക്ക് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന് വോട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറയണമല്ലോ, പ്രതിപക്ഷം പറയണമല്ലോ. ഇന്ത്യ ഗവൺമെൻറ് തന്നെ പറയുകയല്ലേ, വിദ്യാഭ്യാസത്തിന് നമ്പർ 1, ആരോഗ്യത്തിന് നമ്പർ 1, ക്രമസമാധാനത്തിന് നമ്പർ 1, സിവിൽ സപ്ലൈസിന് നമ്പർ 1. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറയുകയാണല്ലോ, കാശൊന്നും തന്നില്ലെങ്കിൽ പോലും. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ല ശരിക്കും. ഒന്ന് ശബരിമല ഉണ്ടായിരുന്നു. ശബരിമല സ്വർണം കട്ടതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആരാണോ ഉപ്പ് തിന്നവൻ അവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള നിലയിൽ. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതായത് ശബരിമല ഞങ്ങളാണ് പിന്നെ മോഷ്ടിച്ചതെന്നുള്ള നിലയിലായിരുന്നല്ലോ പിന്നെ UDFിൻ്റെ പ്രചരണം. രണ്ടാമത്തെ കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തു വന്നപ്പോൾ മനസ്സിലായല്ലോ ആരാണ് അതിൻ്റെ യഥാർത്ഥ കള്ളന്മാർ ആരാണെന്നുള്ളവരും പിന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അമ്പേ പരാജയമാണ് ആ കാര്യത്തിൽ. അങ്ങിപ്പോൾ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറഞ്ഞു ശബരിമലയിലെ. അതോടൊപ്പം തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളത് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നത് ലോകം അവസാനിക്കുന്നവരല്ലല്ലോ. വർത്തമാന കാലഘട്ടത്തിൻ്റെ അപ്പോഴപ്പോഴുണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് നിലപാട് മാറ്റം വരും. ഇപ്പോൾ ഒരു നിലപാടിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ നിലപാടിൽ മാറ്റം വന്നതിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെടുത്ത കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തതയുണ്ടാവും. എല്ലാം കൂട്ടായ ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല. വളരെ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഈ ഒരു തീരുമാനം ഏതെങ്കിലും വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? CPM ഒരിക്കലും ബാധിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ള പാർട്ടി അല്ലല്ലോ CPM എന്ന് പറയുന്നത്. സുധാകരേട്ടനൊക്കെ ഈ പാർട്ടി കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും കൊടുത്തിട്ടുള്ള പാർട്ടിയാണല്ലോ ഈ പാർട്ടി. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പാർട്ടി സഖാക്കളുടെയും പാർട്ടി ബന്ധുക്കളെയും സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് പാർട്ടിയോട് ഒരു വഞ്ചന കാണിച്ചിട്ടില്ലേ എന്നുള്ള നിലയിലുള്ള രീതിയിലാണ്
ആൾക്കാർ ചിന്തിക്കപ്പെടുന്നത്. പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ല, പാർട്ടിയുടെ വോട്ടർമാരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അദ്ദേഹം ഞാൻ ഒരു കാരണവശാലും CPM-നെ വിമർശിക്കില്ല എന്ന് പറയുന്നു. ശ്രീ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണം എന്നതാണ് തന്റെ താല്പര്യമെന്ന് പറയുന്നു. പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നയപരിപാടികളെയും തള്ളിപ്പറയില്ല എന്ന് പറയുന്നു. അതായത് പാർട്ടി അംഗത്വമില്ലെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ പാർട്ടിക്കാരനാണെന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിന് വേണമെങ്കിൽ ഇനിയും തന്നെ ചേർത്ത് നിർത്താമെന്നൊരു സന്ദേശം അതിനകത്തുനിന്ന് വായിച്ചെടുക്കണം. ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാപട്യമാണ്. ആ കാപട്യമൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാർട്ടി നശിച്ചു പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു സമീപനമാണല്ലോ എടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ കൂറുള്ള ഒരാൾ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പോകുന്ന ഈ അവസരത്തിൽ ഒരു പാർട്ടിക്കെതിരായ ഒരു ചർച്ച ഉണ്ടാകുന്ന രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് പാർട്ടിക്കാർ ഒരാളും ചുവന്ന കൊടിക്ക് മുകളിലല്ല എന്നുള്ള കാര്യം സുധാരേട്ടൻ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് സുധാരേട്ടൻ ഒന്നുകൂടെ ഓർമ്മിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന വേളയിൽ സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും അതുപോലെ നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അഴിമതി രഹിതമായി മതേതരത്വ സ്വഭാവത്തോടുകൂടി പിന്നെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന നിലയിൽ, പിന്നോക്കം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലയിൽ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലയിൽ ഒരു ഗവൺമെൻറ് ആണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലുള്ളത്. ആ ഗവൺമെൻറ് തുടരുന്നതിന് വേണ്ടിയുള്ള സഹായം കേരളത്തിലെ ജനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷ. നേമത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ വിജയം ആവർത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ വർഷം BJP അക്കൗണ്ട് പൂട്ടിയതാണ്. ആ പൂട്ടിയത് തുറക്കാൻ വലിയ പ്രയാസമായിരിക്കും. നോട്ട് ദ പോയിന്റിൽ ഇത്രയും സമയം സഹകരിച്ചതിന് വളരെ നന്ദി. അമൃത TV-യുടെ എല്ലാവിധ ആശംസകളും അങ്ങേക്ക് നേരുകയാണ്. താങ്ക് യു.